ഹലോ! ഇതെങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച് ഈ ഓടിപ്പോകുന്നത്? ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ചാനലും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കൂടെ? എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചില്ലി പൊട്ടറ്റോ റെസിപ്പി ആയിട്ടാണ് എൻ്റെ തന്നെ സ്വന്തം ക്രിയേഷനായ ചില്ലി പൊട്ടറ്റോ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ, നല്ല അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയും ഏതിൻ്റെ കൂടെയും നമുക്ക് ഏതാണ്ട് കൂടാണോ കഴിക്കാൻ ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും വളരെ 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 ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വെച്ചാൽ, ഞാനിവിടെ ഒരു പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്, നമ്മുടെ ഉരുളൻകിഴങ്ങ്. അത് ഇതേപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് കേട്ടോ, എണ്ണ ഒഴിച്ചിട്ട് അത് ഇതേപോലെ ശകലം ഉപ്പിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ഇരുമ്പിൻ്റെയോ അല്ലാത്ത ആണെങ്കിൽ അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, അല്ലാതെ തന്നെ അടച്ച് വെച്ച് തന്നെ 2 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇത് കുക്കായിട്ട് വരും. സൈഡിലൊക്കെ നല്ല ചെറിയ ബ്രൗൺ കളർ പോലെ ആവും. ഇപ്പോൾ ഞാനിത് കാണുമ്പോൾ ഇത് ഇടയ്ക്കൊന്ന് എന്താണ് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, ഈ നോൺ സ്റ്റിക്ക് പാനിൽ നിന്ന് ആ എണ്ണ അവിടെ ഇട്ടിട്ട് ബാക്കി ഉരുളക്കിഴങ്ങെല്ലാം കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ വെളുത്തുള്ളി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇതേപോലെ വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കണം. അതൊന്ന് പച്ച ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറുമ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. അത് നല്ലതാണ് കേട്ടോ, അത് മസ്റ്റാണ്. ചിക്കൻ മസാല എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ എന്നിട്ടൊന്ന് നന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോകരുത്, നമ്മുടെ ഈ മുളക് പൊടിയും മസാലയും ഒന്നും കരിഞ്ഞു പോകരുത്. എന്നിട്ട് ലാസ്റ്റ് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, നമ്മുടെ ഉരുളൻകിഴങ്ങ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റ് നേരം അതിൻ്റെ എന്താണ് ആ സോസും ആ ഒരു എരിവും എല്ലാം കൂടെ അതിൽ പൊട്ടറ്റോയിൽ പിടിക്കാൻ വേണ്ടി ഒരു 1.5 മിനിറ്റ് നേരം ഒന്ന് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില്ലി ഉരുളൻകിഴങ്ങ് വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ദയവിൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.